ഈ ADGP-ക്കെതിരെയുള്ള ഇത് വീണ്ടും അന്വേഷിക്കും, ഒരു അന്വേഷണം കൂടി നടത്തുന്ന നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ADGP-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് DGP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി നടത്തി ആ അന്വേഷണം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് എന്താ പറഞ്ഞത്, 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും ഇതും ഈ പറയുന്ന. ഇനി എന്താ ഇന്ന് റിപ്പോർട്ട് കൊടുക്കാനുണ്ടല്ലോ, 30 ദിവസം കഴിഞ്ഞിട്ടില്ല. ഒരു അന്വേഷണം നടത്തി DGP റിപ്പോർട്ട് കൊടുക്കുകയാണ്, ADGP-ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത അന്വേഷണം ആരന്വേഷിക്കുന്നത്? ആ ADGP തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ആ DGP തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഈ ADGP-യെ കുറിച്ച്. എന്തിനെ പറ്റി അന്വേഷിക്കുന്നത്? ആ പൂരം കളിക്കുന്നതിനെ പറ്റി. അപ്പൊ CM അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അതിനാകെ ശ്രദ്ധിച്ചത് ആ പൂരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സത്യ. ആനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ. മനുഷ്യരെക്കാട്ടിലും എന്താ പറയാ ഭാഗ്യവാന്മാർ കേരളത്തില് തൃശ്ശൂർ പൂരത്തിന് പോയ ആനകളാണ് എന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഈ പാവപ്പെട്ട ജലീൽ? എനിക്ക് സങ്കടം തോന്നുന്നതാണ്. ഇപ്പോൾ ജലീൽ ഇപ്പം മിനിയാന്നോട് സംസാരിക്കുമ്പോൾ സാധു പറഞ്ഞിരുന്നത് ഇന്നത്തെ റിപ്പോർട്ടിൽ ADGP-ക്കെതിരെ നടപടി ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആ ബലത്തിലൊക്കെയാണ് ഈ സാധു പറയുന്നത്. അപ്പൊ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയുക, അദ്ദേഹത്തിന് കുറച്ച് നന്മ കൂടുതലാണ്. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു നീതി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതൊരു മനുഷ്യന്റെ നന്മയായിട്ട് നമ്മൾ കണ്ടാൽ മതി, ഞാൻ കുറ്റമായിട്ട് പറയില്ല. ഇന്നലെ ഇപ്പം ഈ റിപ്പോർട്ട് വരുന്നവരെ ജലീൽ ഉൾപ്പെടെയുള്ള സാധുക്കൾ വിചാരിച്ചിരുന്നത് എന്തായാലും പൂരം കലക്കിയത് അജിത് കുമാറാണെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അജിത് കുമാറാണ് ഇത് കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നില്ല എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട DGP അത് അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുത്തു. അപ്പം എന്താ ഉണ്ടാവുക? അജിത് കുമാറിനെ മാറ്റി നിർത്തും. ആ പരിപാടിയില്ല. ഇനി അതിന്റെ മുകളിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത പൂരത്തിന് മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിലേറെ സന്തോഷം, അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വന്നാൽ അതിലേറെ സന്തോഷം. അങ്ങനെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ജലീൽ ഇപ്പൊ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്, അദ്ദേഹം സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ഇങ്ങോട്ടും അനിയതെങ്കിൽ അങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്കൊരു മറുപടി ആയിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാറുണ്ട്. അത് ഞങ്ങൾ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ചാടിച്ച് പോവാറുണ്ട്. അത്ര കണ്ടാൽ മതി അതിനെ കുറിച്ച്. അതൊന്നൊരു വിഷയമാക്കണ്ട. അല്ല, അതാ പറഞ്ഞ എനിക്കൊരു സന്ദേശം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാരെ അയവെന്നല്ല, തമാശയൊക്കെ പറയുന്നു, ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു നല്ല കാര്യം, ഒരു നല്ല കാര്യം നടന്നു. ഞാനിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു, അപ്പൊ അന്വേഷണം വരട്ടെ എന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു 24-ാം തീയതി തന്നെ ADGP-ക്കെതിരെ പൂരക്കലക്കൽ റിപ്പോർട്ട് കൊടുക്കും. ഇപ്പൊ വീണ്ടും പറയുന്നു പരിഹാസ്യരാക്കുകയാണല്ലോ. ആര് പരിഹാസ്യരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇതിന് ഉത്തരം പറയേണ്ടതെന്ന്. എന്ത് നോക്കിയൊക്കെ ബഹുമാനപ്പെട്ട ഗോവിന്ദമാഷൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ പാർട്ടി ഇനി ഭൂമിയിലേക്ക് ഇറങ്ങുക? പാർട്ടി ലൈൻ, പാർട്ടി ലൈൻ, പാർട്ടി ലൈൻ. വാട്ട് ഈസ് പാർട്ടി ലൈൻ? എന്താ പാർട്ടി ലൈന്? ഒരു കേരളീയ സമൂഹത്തെ മുഴുവൻ അപഹാസ്യരാകുന്ന രീതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും ഒരു നടപടിയില്ലാതെ കാര്യങ്ങൾ പരിഹാസ്യമാക്കി വിടുകയാണ്. വളരെ അപകടകരമായ അവസ്ഥയിലാണ് ആഭ്യന്തര വകുപ്പ് പോകുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 3 അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് പൂരം കലക്കിലുള്ള അന്വേഷണം, പിന്നെ ഉദ്യോഗസ്ഥരുടെ പങ്കിലെ അന്വേഷണം, ADGP-ക്കെതിരെ അന്വേഷണം. ഈ 3 അന്വേഷണം വരുന്നത് എങ്ങനെയാവും? ആ 3 അന്വേഷണം ഇങ്ങനെ ഒരു അന്വേഷണം കഴിയുമ്പോൾ പിന്നൊരു അന്വേഷണം, ഈ 3 ഏജൻസികൾ ഒരു അന്വേഷണം പൂർത്തിയാവില്ല. ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടേ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് എന്താ വരിക? ഇപ്പം എന്താ DGP പറഞ്ഞ പ്രധാന കുറ്റം ADGP-ക്കെതിരെ എന്താ മാഷേ? ADGP-ക്കെതിരെ DGP കണ്ടെത്തിയ കുറ്റം എന്താ? അദ്ദേഹം അവിടെ ഉണ്ടായിട്ട് ഇടപെട്ടില്ല അല്ലേ? അദ്ദേഹത്തിന് വയറിളക്കാണെങ്കിലോ? വയറിളക്കം പിടിച്ച മനുഷ്യൻ പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു പക്ഷേ അദ്ദേഹത്തിന് വയറിളക്കം പിടിച്ച റൂമിലിരിക്കായിരിക്കും. അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതും തീർന്നു.